മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ജീവിതശൈലി രോഗങ്ങളെ പറ്റിയാണ് നമ്മളുടെ ഈ എപ്പിസോഡ് സീരീസ്. ഈ എപ്പിസോഡിൽ നമ്മൾ ക്രോണിക് ലിവർ ഡിസീസും ഫാറ്റി ലിവറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അത് തന്നെ 4 എപ്പിസോഡായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിലത്തെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ എന്തുകൊണ്ടാണ് ക്രോണിക് ലിവർ ഡിസീസ് സംഭവിക്കുക, അതുപോലെ ഫാറ്റി ലിവർ എന്തുകൊണ്ട് സംഭവിക്കുന്നു, അതുപോലെ തന്നെ ഇതിൻ്റെ കാരണങ്ങളുടെ കൂടെ തന്നെ ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെയാണ് നമുക്ക് കിട്ടുക. നമ്മളുടെ കൂടെ ഡോക്ടർ ജോളിയാണുള്ളത്. ഡോക്ടർ ജോളി ജീവിതശൈലി രോഗങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ലിവർ ഡിസീസസ് എല്ലാം തന്നെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ തവണ ഈ വിഷയത്തെ പറ്റി തുടങ്ങുന്നത് എന്തൊക്കെ ഡിസീസസ് ആണ് ലിവർ ഡിസീസസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലിവറിനെ ബാധിക്കുന്ന എല്ലാ ഡിസീസിനും അസുഖങ്ങളെയൊക്കെ ലിവർ ഡിസീസ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അതിൽ തന്നെ അക്യൂട്ട്, അതായത് പെട്ടെന്ന് മഞ്ഞപ്പിത്തം നമ്മുടെ ലിവറിനെ ബാധിക്കുമ്പോൾ മിക്കവാറും ഒരു എവിഡൻ്റ് ആയിട്ട് വരുന്ന ആദ്യത്തെ സിംറ്റം മിക്കവാറും മഞ്ഞപ്പിത്തമായിരിക്കും. അപ്പം എവിഡൻ്റ് ആയിട്ട് മഞ്ഞപ്പിത്തത്തിലേക്ക് കൊണ്ടുവരുന്നത് അത് ചില ഇൻഫെക്ഷൻസ് ഉണ്ട്, ചില ഡ്രഗിൻ്റെ മരുന്ന് കഴിച്ചതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ അക്യൂട്ട് ലിവർ ഡിസീസ് വരാം. അതുകൂടാതെ ക്രോണിക് ഉണ്ട്. അതായത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അസുഖം ഇവിടെ വന്ന് 10, 20, 30 വർഷം കഴിയുമ്പോഴേക്കും ലിവർ ചുരുങ്ങി അതിൻ്റെ ഫംഗ്ഷൻ എല്ലാം പോയി കഴിയുമ്പോഴായിരിക്കും സിംറ്റംസ് വരുന്നത്. മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞ ജോണ്ടിസ് വരുത്തുന്ന വൈറസ് ഇൻഫെക്ഷനും പിന്നെ പലതരം ഇൻഫെക്ഷൻ്റെ കൂടെ മരുന്നുകളൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് 1-2 ആഴ്ച അല്ലെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ തന്നെ രോഗിക്ക് അസുഖം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അറിയും. അതേസമയത്ത് ഈ ക്രോണിക് ആകുമ്പം കാര്യമായ സിംറ്റംസ് ഒന്നുമില്ല, അറിയാതെ പോകും. അപ്പം അങ്ങനെ 2 ടൈപ്പാണ് മെയിൻലി ലിവർ ഡിസീസ് വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് പലപ്പോഴും ഇത് അറിയാതെ പോകുന്നത്? എന്താണെന്ന് വെച്ചാൽ സാധാരണ പലരും നല്ല ഹെൽത്തി ആയിട്ടൊക്കെ തോന്നുന്നവർക്ക് സഡൻ ആയിട്ടാണ് ഇത് വന്ന് പിടിപെടുന്നത്. പിന്നെ അത് വേഗം തന്നെ പ്രോഗ്രസ് ചെയ്യുന്ന പോലെയൊക്കെ കാണാറുണ്ട്. യെസ്, അതാണ് ക്രോണിക് ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ക്രോണിക് ലിവർ ഡിസീസ് യൂഷ്വലി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാറ്റി ലിവർ, ദെൻ അത് ഫൈബ്രോസിസിലേക്ക് പോകും, പിന്നെ സിറോസിസ്. അത് കഴിഞ്ഞാൽ ആദ്യം ഫൈബ്രോസിസ് ആകുമ്പോഴേക്കും വലിയ ലിവർ ചുരുങ്ങിയല്ല, ലിവറിൻ്റെ ടിഷ്യൂസ്, അതായത് ലിവറിലെ ഫങ്ഷണൽ ആയിട്ടുള്ള ഏറ്റവും പ്രധാന ഘടകം സെല്ല് വരുന്നത് ഹെപ്പറ്റോസൈറ്റ്സ് ആണ്. അവരാണ് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം. ശരിക്കും ലിവർ ഒരു നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്, മെയിൻ പ്രൊഡക്ഷൻ ഫാക്ടറി എന്ന് പറയാം ലിവർ നമ്മുടെ. അപ്പം ഇതെല്ലാം നടക്കുന്നത് ഈ ഹെപ്പറ്റോസൈറ്റ്സിലാണ്. ഈ ഹെപ്പറ്റോസൈറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞ് അവിടെ ഫൈബ്രസ് ടിഷ്യൂ വരുമ്പോഴാണ് നമ്മൾ ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അത് കൂടി വരുമ്പോഴേക്കും ചില ഭാഗങ്ങൾ കംപ്ലീറ്റ്ലി ഫൈബ്രോസ്ഡ് ആയി പോകുമ്പോഴാണ് നമ്മൾ സിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് പോക്കറ്റ്സ് ഓഫ് നോർമൽ ലിവർ ടിഷ്യൂസേ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ളതിൽ. അതാണ്. പിന്നെ അത് ഏറ്റവും കുറഞ്ഞു വരുമ്പോഴേക്കും നമ്മളുടെ കാര്യങ്ങളൊന്നും നടത്താൻ പറ്റാതെ വരും. പിന്നെ ലിവറിനകത്തെ പ്രഷർ കൂടും. ലിവറിനകത്ത് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിലെ പ്രഷറിനെയാണ് നമ്മൾ സാധാരണ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ലിവറിനും ലങ്സിനും സെപ്പറേറ്റ് വേറൊരു സർക്കുലേഷനും കൂടെ ഉണ്ട്. ലിവറിനെ ടോട്ടൽ സർക്കുലേഷൻ എന്ന് പറയും. ഈ ലിവർ ചുരുങ്ങി വരുന്നതനുസരിച്ച് ഈ ടോട്ടൽ സർക്കുലേഷനിലെ പ്രഷർ കൂടും. അപ്പോഴാണ് നമ്മൾ ഈ അതിനും ഒരു ബൈപ്പാസായിട്ട് ബോഡി തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ അന്നനാളത്തിൽ കൂടെ ഉള്ള ബ്ലഡ് വെസലിൽ കൂടെ ബ്ലഡ് ഹാർട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കും. അതിനാണ് നമുക്ക് വെരിക്കോസ് ഈ അന്നനാളത്തിൽ ഇങ്ങനെ വെയിൻസ് തടിച്ചു വന്ന് അത് ചിലപ്പം ഒത്തിരി പ്രഷർ കൂടി കഴിഞ്ഞാൽ അത് പൊട്ടി ബ്ലീഡിങ് വരും. കാലയിലൊക്കെ വെരിക്കോസ് വെയിൻസ് പൊട്ടി ബ്ലീഡിങ് വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തൊന്നും വരും. അതാണ് ഈ എൻഡ് സ്റ്റേജ് പലപ്പോഴും നമ്മുടെ ലിവർ പേഷ്യൻസൊക്കെ ബ്ലഡ് ഒമിറ്റ് ചെയ്ത് മരിക്കാനൊക്കെയുള്ള കാരണം. അതിനകത്ത് പ്രഷർ കൂടുന്നതുകൊണ്ട് പൊട്ടുന്നത് മാത്രമല്ല, ലിവറാണ് നമ്മൾ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്നത്. ബ്ലഡ് കട്ട പിടിക്കാൻ വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കുന്ന പല ഘടകങ്ങളും ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ വേണം അതിനെല്ലാം. അതെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മേജർ കൺട്രോൾ സ്റ്റേഷനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ലിവറാണ്. അപ്പോൾ അത് കുറഞ്ഞു പോകും. ഈവൻ നമ്മൾ പ്ലേറ്റ്ലെറ്റ് നമ്മളറിയാലോ, ഡെങ്കു ഫീവറൊക്കെ വന്നിട്ട് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോയി ബ്ലീഡിങ് വന്ന് പേഷ്യൻ്റ് മരിക്കുന്ന എന്നൊക്കെയുള്ള ഒരു വലിയ പ്രോബ്ലം ആണല്ലോ. ഈ പ്ലേറ്റ്ലെറ്റ് ഉണ്ടാക്കാനുള്ള മെസ്സേജ് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഹോർമോൺ ഉണ്ട്, ത്രോംബോപോയറ്റിൻ എന്ന് പറഞ്ഞ്. അപ്പം അതിൻ്റെ അളവും കുറഞ്ഞു പോകും. ലിവറാണ് അത് ഉണ്ടാക്കുന്നത്. അത് കുറയുന്ന കാരണം പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറഞ്ഞു വരും. അപ്പം പേഷ്യൻസിൻ്റെ എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസിൽ അത് കുറയും.
പിന്നെ കുറേ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, അതുണ്ടാക്കുന്നത് ലിവർ. ഇതെല്ലാം കുറഞ്ഞു വരുമ്പോൾ ബ്ലീഡിങ് വരാനുള്ള കാരണം എൻഡ് സ്റ്റേജിൽ അതും വരും. പിന്നെ ഈ ആൽബുമിൻ, അതാണ് നമ്മുടെ ബ്ലഡിന്റെ ആ സർക്കുലേഷനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, ഒരു തരം പ്രത്യേകതരം പ്രോട്ടീനാണ്. അത് കുറഞ്ഞു പോകും. വരുമ്പോഴാണ് നീര് വരും, നീര് കാലയിലൊക്കെ അകത്ത് നീര് വരും. അത് കഴിഞ്ഞ് ഒത്തിരി കഴിഞ്ഞ് കഴിയുമ്പോൾ വയറിനകത്ത് നീര് കെട്ടാൻ തുടങ്ങും, പിന്നെ ലങ്സിൽ എല്ലായിടത്തും നീര് കെട്ടാൻ തുടങ്ങും. അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. ശരിക്കും ഈ ലിവറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം അറിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ എന്തെങ്കിലും മുന്നറിയിപ്പായിട്ട് നമുക്ക് കിട്ടുമോ ഈ അസുഖത്തെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ? യെസ്, ഡെഫിനറ്റ്ലി. ഇപ്പം നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുണ്ടല്ലോ, വളരെ നേരത്തെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനം ഒരു അൾട്രാസൗണ്ട് സ്കാൻ. നമ്മൾ സാധാ സ്കാൻ പോലെയല്ല. അൾട്രാസൗണ്ട് സ്കാനിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റേഡിയേഷനോ എക്സ്റേ ഒന്നും വേണ്ട, സൗണ്ട് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രഗ്നൻസിയിൽ കുഞ്ഞിന്റെ എംബ്രിയോ, അതായത് ഏറ്റവും ഏർലി സ്റ്റേജിലുള്ള പ്രഗ്നൻസി സ്റ്റേജിൽ പോലും നമ്മൾ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന, അത് വർഷങ്ങളായിട്ട് അത് പ്രൂവ്ഡ് ആണ്. അപ്പോൾ അതിനകത്ത് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല യൂഷ്വലി. അപ്പോൾ ആ സ്കാനാണ് ഏറ്റവും, അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. കാരണം വയറിനുള്ളിലായതുകൊണ്ട് ഒരു അബ്ഡോമിനൽ സ്കാൻ ചെയ്താൽ ലിവറിന്റെ മാത്രമല്ല, ഗോൾ ബ്ലാഡർ, പാൻക്രിയാസ്, കിഡ്നി, ജെനിറ്റൽ ഓർഗൻസ്, ലേഡീസിലാണെങ്കിൽ ലിവർ, യൂട്രസ്, ഓവറി, പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ്, ബ്ലാഡർ, ഇതിനെക്കുറിച്ച് എല്ലാം ഒരു ഐഡിയ കിട്ടാവുന്ന വളരെ സിമ്പിളായിട്ടും എക്കണോമിക് ആയിട്ടും ഉള്ള ഒരു ടെസ്റ്റാണ്. അത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റാണ്. അതിൽ ലിവർ ഉണ്ടാക്കുന്ന ലിവറിലെ എൻസൈംസിനാണ്. അതിൽ എൻസൈംസ് എന്ന് പറഞ്ഞാൽ ലിവറിന്റെ ഫംഗ്ഷനിങ്ങിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കുറേ എൻസൈംസ്, അതിന്റെ അവിടെ നീർക്കെട്ടോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനോ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ ബ്ലഡിലേക്ക് യൂസ് ഔട്ട് ചെയ്യാൻ തുടങ്ങും. അതാണ് SGOT, SGPT. പിന്നെ ആൽബുമിൻ കുറയാൻ തുടങ്ങും. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ. അത് നോക്കുമ്പോഴും നമുക്കറിയാൻ പറ്റും. പിന്നെ ബിലിറൂബിൻ, മഞ്ഞപ്പിത്തത്തിലേക്ക് വന്നിട്ടുണ്ടോ, അതും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ പല ടെസ്റ്റുകൾ വഴി നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനം LFTയും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. പിന്നെ നമ്മൾ ട്യൂമറോ മുഴകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ CT സ്കാൻ, MRI, പിന്നെ ക്യാൻസർ ആണെങ്കിൽ PET സ്കാൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകളുണ്ട്. വേറെ ഏതൊക്കെ അസുഖങ്ങൾ ഉള്ളവരാണ് ശരിക്കും അവരുടെ ലിവറിന്റെ കാര്യം കൂടെ അന്വേഷിക്കേണ്ടത്? ലിവർ മെറ്റബോളിസത്തിന് കൺട്രോൾ ചെയ്യുന്ന ലിവറാണ്. നമുക്കിവിടെ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ബേസിക്കലി ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, ഇതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മരുന്നുകൾ കൂടുതൽ കഴിക്കുന്നത്. ഇതെല്ലാം മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് അതിനെ പറയുന്നത്. അപ്പം അതുപോലെ ഒബേസിറ്റി, മെറ്റബോളിക് സിൻഡ്രോമിന്റെ ഒരു പാർട്ടാണ് ഒബേസിറ്റി. നമ്മുടെ ബോഡിയിൽ കൂടുതൽ കൊഴുപ്പടിഞ്ഞ് നമ്മുടെ വെയിറ്റ് കൂടുന്നു. ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡിയിൽ കൂടുതൽ കൊഴുപ്പടിഞ്ഞിരിക്കുന്നു. യൂഷ്വലി ഓവർ വെയിറ്റ് ഉള്ളവരുടെ മസിലും കുറവായിരിക്കും. അവർ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് മസിലും കുറഞ്ഞു പോകും. അപ്പം ഇങ്ങനെയുള്ളവരിൽ നമ്മൾ ലിവർ അസുഖം വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലായിരിക്കും. പിന്നെ ഈ അസുഖങ്ങൾ, പിന്നെ ഹാർട്ട് ഡിസീസ്, ഹാർട്ടിൽ ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്കാണല്ലോ, കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്, ഡിസ്ലൈപ്പിഡീമിയ, അതുള്ളവർക്ക് രക്തക്കൊഴലിൽ കൊഴുപ്പടി. ഈ ലിവർ കൊഴുപ്പടിയുന്നതും രക്തക്കൊഴലിൽ കൊഴുപ്പടിയുന്നതും പാരലല്ല. അല്ലാതെ അത് രണ്ടും ലിവറിൽ കൊഴുപ്പടിയാൻ തുടങ്ങിയ രക്തക്കൊഴലിലുണ്ട്. രക്തക്കൊഴലിൽ കൊഴുപ്പടിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്നോ അല്ലെങ്കിൽ ബ്ലോക്ക് വന്നോ സ്റ്റെന്റ് ഇടുന്നവർക്കൊക്കെ ഫാറ്റി ലിവർ ഉണ്ടാവും. നമ്മൾ നമുക്ക് കാണാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളവരിലും ലിവറിന് പ്രോബ്ലം ഉണ്ടാവും. പിന്നെ ഉള്ളത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്കിന്നിന് പ്രോബ്ലം, അതുപോലെ കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർ, കിഡ്നിക്ക് പ്രത്യേകിച്ച് IgA നെഫ്രോപ്പതി, അങ്ങനെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉള്ള പലതരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ട്. അപ്പോൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വന്നു കഴിഞ്ഞാൽ മറ്റു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും കൂടെ വരാം. അപ്പം ലിവറിനെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അത് തന്നെ ഫാസ്റ്റ് പ്രോഗ്രസിങ് ആയിട്ടുള്ളതുകൊണ്ട് സ്ലോ പ്രോഗ്രസിങ് ആയിട്ടുള്ളതുണ്ട്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസും പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ കൊളഞ്ചൈറ്റിസ്, അതായത് നമ്മൾ ഈ ബൈൽ ഉണ്ടാക്കുമല്ലോ, നമ്മുടെ ലിവർ ഉണ്ടാക്കുന്നതാണ് ഒരു ഡൈജസ്റ്റീവ് ഫ്ലൂയിഡാണ് ബൈൽ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഗോൾ ബ്ലാഡറിനകത്ത് സംഭരിച്ചു വയ്ക്കുന്നത്. ഈ ഗോൾ ബ്ലാഡറിനകത്ത് സംഭരിച്ചു വയ്ക്കുന്ന ഈ ലിവറിന് പ്രോബ്ലം വരുമ്പോൾ ഈ ബൈലിന്റെ അതിന്റെ നേച്ചർ തന്നെ, അതിന്റെ ഘടകങ്ങളൊക്കെ വ്യത്യാസം വരുമ്പം അങ്ങനെയാണ് ഈ ഗോൾ ബ്ലാഡർ സ്റ്റോണും അവിടെ പോളിപ്പും അതുപോലെ പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ക്യാൻസറിലേക്കൊക്കെ ഗോൾ ബ്ലാഡർ പോകുന്നതും ഈ ഒരു പ്രോബ്ലം കൊണ്ടാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രോബ്ലം ലിവറിനും കൂടെ ഉണ്ട്. ലിവർ ഉണ്ടാക്കുന്ന സാധനം കറക്റ്റ് ആകാതെ വരുന്ന ലിവറിന്റെ ഫംഗ്ഷൻ തെറ്റുന്നത് കൊണ്ടാണല്ലോ. പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകളല്ല, പലപ്പോഴും നമ്മൾ ഈ ഗോൾ ബ്ലാഡറിനാണേലും ലിവറിനാണേലും പ്രോബ്ലം വരുത്തുന്നത് നമ്മുടെ മരുന്നുകളാണ്. ഈ ഡയബറ്റീസും പ്രഷറും ഷുഗറും എല്ലാം ഉള്ളവർ കുറേ മരുന്നുകളും കഴിക്കുന്നുണ്ട്. ഈ മരുന്നെല്ലാം നേരെ ലിവറിലേക്കാണ് ചെല്ലുന്നത്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞല്ലോ, പോർട്ടൽ സർക്കുലേഷൻ, ഒരു സ്പെഷ്യൽ സർക്കുലേറ്ററി സിസ്റ്റം തന്നെയുണ്ട്. അവിടെ നിന്ന് പോർട്ടൽ സർക്കുലേഷൻ, അതായത് ഈ പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ വയറിലെ ഇൻഡസ്റ്റൈനകത്ത് ഈ ലൈനിങ്, നമ്മുടെ ഫുഡ് പൈപ്പ്, ഈ ഫുഡ് പൈപ്പിനുള്ള ഡ്രെയിനേജ്, വെയിൻസ്, ശുദ്ധരക്തം നമ്മൾ പറയും. പക്ഷെ അതിൻ്റെ കൂടെയാണ് ഈ ഫുഡിന്റെ നമ്മൾ അബ്സോർബ് ചെയ്ത ന്യൂട്രിയൻ്റ് എല്ലാം കൂടെ വരുന്നത്.
ഇത് നേരെ ലിവറിലേക്ക് പോയി ലിവറിലേക്ക് എല്ലായിടത്തുമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് അതിനെ നമ്മളുടെ ഈ കഴിച്ച ന്യൂട്രീഷനെ എല്ലാം ശരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ലിവർ നമ്മളുടെ ബോഡിക്കകത്ത് കിച്ചൺ എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലായിട്ട് സെൻട്രൽ ഇതാണല്ലോ കിച്ചൺ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ആ പ്രോസസ്സിങ്, നമ്മുടെ ഫുഡിനെ പ്രോസസ്സ് ചെയ്യുന്ന ഏരിയയാണ് ഇന്നതെല്ലാം ലിവറിലാണ്. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന മരുന്ന് നേരെ ലിവറിലേക്കാണ് പോകുന്നത്. ലിവർ ചെന്നിട്ട് അത് ലിവർ എന്താ ചെയ്യുന്നതന്നെ, മരുന്നുകളെ എല്ലാം ലിവർ കാണുന്നത് ടോക്സിൻ ആയിട്ടാണ്. കാരണം ലിവറിന് നമ്മുടെ ബോഡിക്കും വേണ്ടത് ന്യൂട്രിയൻസ് മാത്രമേ ഉള്ളൂ. അതല്ലാത്ത എല്ലാത്തിനെയും ടോക്സിൻ ആയിട്ട് അപ്പം അതിനെ നശിപ്പിക്കാൻ നോക്കും. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന മരുന്നിൽ മിക്കവാറും ഒരു 10-15% ഓർ ലെസ് ദാൻ ദാറ്റ് മാത്രമേ നമ്മൾ ബ്ലഡിലേക്ക് ചെല്ലുള്ളൂ. കാരണം അതിന് മുമ്പ് ലിവർ ഇതെല്ലാം നശിപ്പിച്ചു കളയും. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനാണ് പറയുന്നത് ഫസ്റ്റ് പാസ് മെറ്റബോളിസം. അപ്പം നമ്മൾ 500 മില്ലിഗ്രാം പാരസെറ്റമോൾ കഴിച്ചാൽ അതിൻ്റെ ഒരു 50 മില്ലിഗ്രാം പോലും നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ വേദന കുറപ്പിക്കാനായിട്ട് പുറത്തേക്ക് വരില്ല. അപ്പം എന്ത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ലിവറിനെ സ്ട്രെയിനാണ്. അപ്പം ഇതെല്ലാം കൂടെയാണ് നമ്മളെ ലിവറിനെ കൂടുതൽ ഇപ്പം രോഗങ്ങളുള്ള ആൾക്ക് ഓൾറെഡി ഫാറ്റി ലിവർ ഉണ്ടാകും, അതിൻ്റെ കൂടെ മരുന്നും കൂടെ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ലിവർ ഡിസീസ് പ്രോഗ്രസ് ചെയ്ത് ഫാറ്റി ലിവർ തുടങ്ങി അത് ലിവർ ഫെയിലിയറിലേക്ക് എത്തി എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസിലേക്കൊക്കെ പ്രോഗ്രസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ ഡയബറ്റീസിന്റെ മെയിൻ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്നാണല്ലോ കേൾക്കുന്നത്. അതേസമയം ഈ ഫാറ്റി ലിവറും അല്ലെങ്കിൽ ലിവറിന്റെ ഹെൽത്തും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണെന്ന് പറയുന്നു. അത് എത്രമാത്രം ശരിയാണ്? ഈ ഫാറ്റി ലിവറും ഇൻസുലിനും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ കഴിക്കുന്ന കൊഴുപ്പെല്ലാം നേരെ ലിവറിലേക്ക് ചെല്ലും. അതുപോലെ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് എല്ലാം ഡൈജസ്റ്റ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി നേരെ ലിവറിലേക്ക് ചെല്ലും. ഈ ലിവറിൽ ആവശ്യമുള്ള ഗ്ലൂക്കോസിൻ്റെ ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് യൂസേജിന് വേണ്ടി തന്നെ ഗ്ലൈക്കോജനായിട്ട് കുറച്ച് മാറ്റും. പക്ഷേ ഗ്ലൈക്കോജൻ ഒത്തിരി ഇല്ല നമ്മുടെ ബോഡിയിൽ, മാക്സിമം 1 kg ഒക്കെ വരുള്ളൂ. ബാക്കിയുള്ളതിനെല്ലാം ഫാറ്റായിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ബാക്കിയുള്ള കാർബോഹൈഡ്രേറ്റിനെ എല്ലാം വീണ്ടും ഫാറ്റാക്കി കീപ്പ് ചെയ്യാനായിട്ട് വെക്കുമ്പം അതിന് ലിവറിനകത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. സോ ലിവറിന് ഒരു കുറച്ചേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ലിവർ അതിനെ നമ്മുടെ ബ്ലഡിലേക്ക് വിട്ട് ബ്ലഡ് അതിനെ അഡിപ്പോസ് ടിഷ്യൂ, നമ്മുടെ സ്കിന്നിനടിയിലും വയറ് എല്ലാ അവയവങ്ങളെയും ചുറ്റി എല്ലാ ഈവൻ രക്തക്കൊള്ളികളെയൊക്കെ ചുറ്റിയുണ്ട് ഫാറ്റുണ്ട്. ഇതിനകത്തോട്ട് സ്റ്റോർ ചെയ്യുക, അഡിപ്പോസ് ടിഷ്യൂ സ്റ്റോർ ചെയ്യാൻ നോക്കും. പക്ഷെ അഡിപ്പോസ് ടിഷ്യൂ മുഴുവൻ ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അഡിപ്പോസ് സെൽസ് പറയും എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പം ഈ സെല്ലിലേക്ക് ഈ ഫാറ്റിനെ കയറ്റാനായിട്ടുള്ള മെയിൻ ഹോർമോണാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡെപ്പോസിഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇൻസുലിനാണ്. അപ്പം ബ്ലഡിൽ ഫാറ്റിൻ്റെ അളവ് കൂടുമ്പോഴോ അല്ലെങ്കിൽ മൊത്തത്തിൽ ബോഡിയിൽ ഫാറ്റിൻ്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ സെക്രീഷൻ കൂടും. അതാണ് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്നത്. ബേസിക്കലി ഡയബറ്റീസിൽ നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് 90% ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അതിൽ ഇൻസുലിൻ്റെ കുറവല്ല, ഇൻസുലിൻ കൂടുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ്. പിന്നെ അപ്പോൾ എല്ലാവരും ചോദിക്കും പിന്നെ എന്തിനാണ് നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത്? ശരിക്കും അതൊരു ലോജിക്കൽ ചോദ്യമാണ്. ശരിക്കും ഇൻസുലിൻ നമുക്ക് ഓൾറെഡി കൂടുതലാണ് പലരിലും. അപ്പം പിന്നെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമ്മുടെ ഈ ഫാറ്റി ലിവറൊക്കെ കൂടാനുള്ള സാധ്യത വീണ്ടും കൂടി വരികയാണ്. കാരണം ഇത് കൂടുതൽ അതുപോലെ ബോഡി വെയിറ്റും കൂടും. ഈ അങ്ങനെ കൂടി വന്നു കഴിയുമ്പോൾ ഈ ലിവറിലെ ഫാറ്റും കൂടെ കൂടുമ്പോഴാണ് ഫാറ്റി ലിവർ കൂടി അത് സിറോസിസിലേക്ക് പോവുകയും ഫൈബ്രോസിസ് സിറോസിസ് അങ്ങനെ പ്രോഗ്രസ് ചെയ്യാനും കാരണം. ശരിക്കും ഈ ലിവറിന്റെ പ്രോബ്ലം ഉള്ള അല്ലെങ്കിൽ ഫാറ്റി ലിവറിന്റെ പ്രശ്നമുള്ളവർ അവര് പലപ്പോഴും ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും പിന്നെ ട്രൈഗ്ലിസറൈഡും എല്ലാത്തിനും ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പറയുന്നത് അതിന് കഴിക്കുന്ന മരുന്നുകളെല്ലാം ഈ ലിവറിനെ എഫക്റ്റ് ചെയ്യും നെഗറ്റീവായിട്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ശരിക്കും ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ഈ മരുന്നുകൾ കുറയ്ക്കാനാണോ അല്ലെങ്കിൽ ലിവറിന്റെ ആരോഗ്യം സംരക്ഷിക്കാനാണോ? എങ്ങനെയാണ് അതിനൊരു പ്രയോറിറ്റി ആയിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റുക? നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അതായത് ഈ ശരിക്കും മെറ്റബോളിക് സിൻഡ്രോമിന്റെ പാർട്ടാണ് ഒബേസിറ്റി, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലൈപ്പിഡീമിയ. അതായത് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുന്നു, ഫാറ്റി ലിവർ വരുന്നു. പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഹാർട്ട് ഡിസീസ്, അങ്ങനെ പിന്നെ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ, ന്യൂറോപ്പതി, നെഫ്രോപ്പതി, റെറ്റിനോപ്പതി, ഇങ്ങനെ പോകും. പിന്നെ ഇതെല്ലാം ബേസിക്കലി ഒന്നൊന്നിൻ്റെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പം അതിൻ്റെ ബേസിക് ട്രീറ്റ്മെൻറ്റ് ഈ കാര്യത്തിൻ്റെ എല്ലാത്തിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് ശരിക്കും ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. ഫുഡ് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മളുടെ കഴിക്കുന്ന ഫുഡുമായിട്ട് ടാലി ചെയ്ത് പോവുക. പിന്നെ എല്ലാ ന്യൂട്രീഷനും വേണ്ടത് കിട്ടാനായിട്ട് നോക്കണം. കാരണം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഏറ്റവും നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ലിവറിനെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവറാണ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്. ന്യൂട്രിയൻ്റ് എല്ലാം അവിടെയാണ് വേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂട്രിയൻ്റ് എക്സസ് ആയി കഴിഞ്ഞാൽ അത് അവിടെ കെട്ടിക്കിടക്കും.
അത് തന്നെയാണ് നമ്മൾ ഫാറ്റി ലിവറിൽ സംഭവിക്കുന്നത്. നമുക്ക് കൂടുതൽ ഫാറ്റ് ബോഡിയിൽ വന്നു അതവിടെ കെട്ടിക്കിടക്കും. ഈ സെയിം തിങ് തന്നെ നമ്മളിപ്പോൾ കോപ്പർ കൂടുതൽ കഴിച്ചാൽ കോപ്പർ നമ്മുടെ ബോഡിയിൽ കെട്ടിക്കിടക്കും. ആഴ്സനിക് ആണോ അല്ലെങ്കിൽ മെർക്കുറി ഇതൊക്കെ ചെന്നാലും കൂടുതൽ ലിവറിൽ വരും. പിന്നെ നമുക്ക് ബോഡിയിലേക്ക് എല്ലായിടത്തേക്കും അത് മാറ്റി വിടാനായിട്ട് ലിവർ നോക്കും. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കണം. എന്ത് ടോക്സിസിറ്റി വന്നാലും നമ്മുടെ ലിവറിനെ ആയിരിക്കും അത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മരുന്നുകൾ കൂടുതൽ കഴിക്കുമ്പോൾ ഇതും നമ്മുടെ ലിവറിനെ ബാധിക്കും. അപ്പം ഈ ഇതെല്ലാം ഡിസീസും അതിനൊപ്പം മരുന്നുകളും കൂടെ കൂടുമ്പോൾ നമ്മുടെ ലിവറിന്റെ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. അപ്പം നമുക്കതിന് സിമ്പിളായിട്ട് ചെയ്യാവുന്ന സൊല്യൂഷൻ എന്താ? ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക. ബേസിക്കലി ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമുക്ക് ഡയബറ്റീസ് വന്നതോ ഹൈപ്പർ ടെൻഷൻ വന്നതോ ഹാർട്ട് ഡിസീസ് വന്നതോ ഒന്നും മരുന്നിന്റെയോ അല്ലെ സ്റ്റെന്റ് ഇടാത്തതിന്റെയോ അല്ലെ ബൈപ്പാസ് ചെയ്യാത്തതിന്റെ കുറവുകൊണ്ടല്ലോ. അസുഖം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാ? ജീവിതശൈലി തെറ്റായിരിക്കുന്നുണ്ടാ. ജീവിതശൈലി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മരുന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പം ആദ്യം നമ്മൾ ഡയബറ്റീസ് ആണെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് ഒന്നും HbA1c 6.4 അല്ലെങ്കിൽ 7 എന്ന് പറഞ്ഞാൽ പോലും യൂഷ്വലി ആരും തന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാറില്ല യൂഷ്വലി. അപ്പം ഡയറ്റും എക്സസൈസും ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ അത് ഫെയിൽ ചെയ്യുമ്പോൾ, അതായത് ഡയറ്റും എക്സസൈസും ചെയ്യുന്നതിന് ഡോക്ടറിനൊന്നും ചെയ്യാൻ പറ്റില്ല, പേഷ്യന്റ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ അത് HbA1c 8 അല്ലെ 250 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ചെറുതായിട്ടേ ഉള്ളെങ്കിൽ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്യുന്നു പറഞ്ഞു കാണും. പിന്നെ ചെല്ലുമ്പോൾ അതിന് കൂട്ടി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം മരുന്ന് കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ ലിവറിനെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും ഒക്കെ മരുന്നുണ്ട്. പക്ഷെ ഫാറ്റി ലിവറിന് മരുന്നില്ല, അല്ലെങ്കിൽ ലിവർ ഡിസീസ് ഫൈബ്രോസിസിനും മരുന്നില്ല, സിറോസിസിനും മരുന്നില്ല. അപ്പം പിന്നെ എന്ത് സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ എന്തെങ്കിലും സപ്പോർട്ടീവ് മെഷേഴ്സ് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ലിവറിനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ക്രോണിക് ലിവർ ഡിസീസ്, അത് ഈ ഫാറ്റി ലിവർ ടു ഫൈബ്രോസിസ് പോകുന്നതിന് ഒരു മരുന്നുമില്ല. നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ ആകെ ചെയ്യാവുന്ന നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് കളയുക. അത് കൊഴുപ്പാണെങ്കിൽ, ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡിയിൽ കൊഴുപ്പിന്റെ ഫോമാറ്റിൽ ടോക്സിൻ കിടക്കുകയാണ്. പിന്നെ അതിലേക്ക് മറ്റുള്ള ടോക്സിനുകൾ അടിയുകയും ചെയ്യും. ഈ എക്സസ് കൊഴുപ്പൊക്കെ കിടക്കുമ്പോൾ അതിനകത്ത് ഈ ഹെവി മെറ്റൽസും നമ്മൾ അങ്ങനെ ടെസ്റ്റുകൾ നോക്കുമ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. യൂഷ്വലി ലിവർ ഡിസീസ് ഒക്കെ ഉള്ളവരുടെ നമ്മൾ ഹെവി മെറ്റൽ അസസ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം പലരും ആഴ്സനിക്, മെർക്കുറി, ടിന്ന് അങ്ങനെ പലതും കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം ഇതെല്ലാം കറക്റ്റ് ചെയ്ത് അതൊന്നും കൂടെ പുറത്തേക്ക് കളയാൻ നമുക്ക് പറ്റുന്നതേ ഉള്ളൂ. ബേസിക്കലി നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യുകയും എക്സസൈസ് ചെയ്യുകയും ഈ ടോക്സിൻസ് ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഇൻക്ലൂഡിങ് മെഡിസിൻസ്. നമുക്ക് ഈ ഡയബറ്റീസിന്റെ ഒക്കെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവലി ഇതൊക്കെ മെഡിസിൻ കുറച്ചുകൊണ്ട് ഒന്ന് നിർത്താൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ അതിനുള്ള വില്ലിങ്നെസ് ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ ലിവർ ഡിസീസിന്റെ കാര്യം പറയുമ്പോൾ പഴയ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ നേരത്തെ തന്നെ ഈ അസുഖം വന്നു തുടങ്ങും. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്നത് കുറേ കൂടെ ക്വിക്കായിട്ട് നടക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ 18 തൊട്ട് 20 വയസ്സ് വരെയുള്ളവർക്ക് വരെ ഫാറ്റി ലിവർ കാണുന്നു. അപ്പം അവർക്കൊരു 45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആ പ്രോബ്ലംസ് സീരിയസ് ആയി മാറുന്നു. അപ്പോൾ ആ സമയത്താണ് ഇവർക്ക് വേറെ പല അസുഖങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുന്നത്. അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ ശരിക്കും എന്താണ് ഈ പേഷ്യൻസ് അറിയേണ്ടത്? ഇപ്പൊ കൊച്ചുകുട്ടികൾക്ക്, നമ്മൾ 18-20 വയസ്സൊന്നും വേണ്ട, നമ്മളൊരു 10-12 വയസ്സുള്ള കൊച്ചിൻ്റെ പോലും സ്കാനിങ് നോക്കുമ്പോൾ പലരിലും ഫാറ്റി ലിവർ കാണുന്നു എന്നുള്ളതാണ്. കുട്ടികളുടെ ഫാറ്റി ലിവർ ഭയങ്കരമായിട്ട് കൂടുന്നു. കുട്ടികളുടെ ഒബേസിറ്റി കൂടുന്ന, അല്ലെ ഓവർ വെയിറ്റും ഒബേസിറ്റിയും കൂടുന്നതിന് പാരലായിട്ടല്ല, ശരിക്കും അതിൽ സ്പീഡപ്പ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് മാത്രമല്ല, നമ്മുടെ ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്ന ഒരു സംസ്കാരമാണല്ലോ നമുക്കിപ്പോൾ ഉള്ളത്. ഈ ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ റിയലി എന്താ? അതിനകത്ത് വെരി ഹൈ കാലറി ആയിരിക്കും. പ്രത്യേകിച്ച് ഷുഗർ, ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്, പ്രത്യേകിച്ചും ഡാൽഡ പോലെയുള്ള ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്, ഇത്തരം കാര്യങ്ങളായിരിക്കും. അതായത് ടേസ്റ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വേണ്ടി വരുന്നത് ഉപ്പും മധുരവും ഓയിലും കൂടെ. അതിൻ്റെ കൂടെ കുറച്ച് മൈദയും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നല്ലൊരു ടേസ്റ്റി സാധനമായി. പിന്നെ അതിനകത്തോട്ട് എന്ത് കെമിക്കൽ ആഡ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് മേക്കറായിട്ടും കൂടി ഇടുന്നതനുസരിച്ചാണ് നമ്മൾ ഇനി കാണുന്ന പേസ്ട്രി എല്ലാം നമ്മൾ പിള്ളേർക്കൊക്കെ മേടിച്ചു കൊടുക്കുന്ന ഏറ്റവും കാര്യമായിട്ട് കൊടുക്കുന്ന സ്വീറ്റ്സും പേസ്ട്രീസും എല്ലാം ഇല്ലേ, ഇതിൻ്റെ എല്ലാം ബേസിക് ഇൻഗ്രീഡിയൻറ്റ് ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റും ഷുഗറും. ഇപ്പം ഷുഗറിന് പകരം ഈ ഫ്രക്ടോസ് സിറപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഷുഗർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഈക്വൽ ക്വാണ്ടിറ്റിയാണ്.
പക്ഷേ ഇപ്പം നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വലിയ ടാങ്കറിലൊക്കെ വരുന്ന കൂടുതൽ ഇമ്പോർട്ടഡ് ആണെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് അതിൻ്റെ എക്സൈസ് സോഴ്സ് അറിയത്തില്ല. പക്ഷേ കൂടുതലും ഇപ്പം ഈ കേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫ്രക്ടോസ് ആണ്. അപ്പോൾ ഈ ഫ്രക്ടോസും കുറേ ലിവറിന് ഭയങ്കര ഡാമേജിങ് ആണെന്നാണ് പറയുന്നത്. ഫാറ്റി ലിവറിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ കോമൺ ഫുഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചിന്തിക്കാം, കുട്ടികൾക്ക് ഫാറ്റി ലിവർ വരുന്ന അത്ഭുതപ്പെടാനില്ല. ഒന്ന്, ഈ ജങ്ക് സാധനങ്ങൾ കഴിക്കുന്നു, അതിനകത്ത് ഒത്തിരി ടോക്സിൻസ് ഉണ്ടാകുന്നു. രണ്ട്, വേണ്ട ന്യൂട്രീഷൻ ഉണ്ടാവുകയില്ല. ലീഫി വെജിറ്റബിൾസും അതുപോലെ പച്ചക്കറികൾ, ഫ്രൂട്ട്സിലൊക്കെയാണ് നമുക്ക് ന്യൂട്രീഷൻ ഉള്ളത്. പക്ഷെ അതൊന്നും നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ജങ്ക് സാധനങ്ങൾ മേടിച്ച് കൊടുക്കുകയും ചെയ്യും. അതിനകത്ത് ഇപ്പം ജസ്റ്റ് കാലറിയും ടേസ്റ്റ് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പം അത് കാലറി വേണ്ട, ഓൾറെഡി ഫാറ്റി ലിവറാണ്, അങ്ങോട്ട് കാലറി കൊടുത്താലേ ഈ. പിന്നെ ഈ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂടുതൽ ഈ ബേക്കറി ഐറ്റംസിലെല്ലാം വരുന്നത് ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റാണ്, ഡാൽഡ പോലെയുള്ളത്. അപ്പം അത് ശരിക്കും അതൊരു ആർട്ടിഫിഷ്യൽ സാധനമാണ് ആ ഫാറ്റ്. അത് നമ്മുടെ ബോഡിക്ക് അറിയില്ല ശരിക്കും എങ്ങനെ അത് പ്രോസസ്സ് ചെയ്യണം. അതുകൊണ്ടും ഇതിനെ ഡംപ് ചെയ്ത് സ്റ്റോറേജിലേക്ക് പോകും. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി വണ്ണമൊക്കെ ഉണ്ടായും, വലിയ തടിയൊക്കെ ഉണ്ടാകും, പക്ഷെ ടയേർഡായിരിക്കും. അതായത് നമ്മളുടെ സിസ്റ്റത്തിന്, അതായത് നമ്മുടെ റെസ്പിറേറ്ററി ആറോ നമ്മുടെ സെല്ലുലാർ ലെവലിലുള്ള എനർജി യൂസേജിന് അല്ലെങ്കിൽ എനർജി പ്രൊഡക്ഷന് ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് പോലെയുള്ളതിനെ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എനർജി എവിടെയുണ്ട്, പക്ഷെ ഇത് യൂസ് ചെയ്യാൻ നമ്മളുടെ ബോഡിക്ക് തന്നെ അറിയില്ല. സോ അതുകൊണ്ട് തന്നെ ടയേർഡായിട്ടിരിക്കും. അതാണ് ലിവർ ഡിസീസിൻ്റെ ഒരു ഏർലി സ്റ്റേജ്. നമുക്ക് ഒരു സിംറ്റമാറ്റിക് തോന്നുന്നത് ഏറ്റവും ടയേർഡ്നെസ് ആയിരിക്കും. മൊത്തം ഒരു ഒന്നിനും ഒരു എനർജി തോന്നാത്ത അവസ്ഥ, എപ്പോഴും ഒരു സ്ലീപ്പി ആയിട്ട് തോന്നുക, ഇതൊക്കെ ആയിരിക്കും ലിവർ ഡിസീസിൻ്റെ തുടക്കമായിട്ട് നമുക്ക് തോന്നാവുന്നത്, ഈ ഫാറ്റി ലിവറിൻ്റെ ഒക്കെ. ശരിക്കും ഈ ഫാറ്റി ലിവറും പിന്നെ അത് ഒരു 10-15-20 വർഷം ആകുമ്പോഴത്തേക്കും ക്രോണിക് ലിവർ ഡിസീസ് ഒക്കെ ആയിട്ട് മാറുന്ന സ്റ്റേജ് കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഈ തുടക്കത്തിൽ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്? നമുക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിന്റെ കാര്യത്തിൽ ഇപ്പം അക്യൂട്ട് ലിവർ ഡിസീസ് വന്നു, ജോണ്ടിസ് വരുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവിടുത്തെ ടോക്സിൻ ഒഴിവാക്കി കളയാനും ആന്റിവൈറൽ കൊടുക്കാനും ഒക്കെ നമുക്ക് പറ്റും. പക്ഷെ ക്രോണിക് ലിവർ ഡിസീസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മരുന്നുകളൊന്നുമില്ല. പ്രത്യേകിച്ച് ഫാറ്റി ലിവർ ഫൈബ്രോസിസ്, ഇതിനൊന്നും മരുന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് വന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർമാർ പലരും അതേക്കുറിച്ച് കമന്റ് ചെയ്യാറ് പോലുമില്ല. എല്ലാവരും പോയി ഒരു പാക്കേജ് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടത്തും. അതിനകത്ത് സ്റ്റേജ് 1ഉം 2 ആയാൽ പോലും ആരും ബോദർ ചെയ്യല. ഒരു ഇപ്പം പേഷ്യൻ്റ് തന്നെ കണ്ടിട്ട് ചോദിച്ചപ്പോൾ പേഷ്യൻസ് പറയാറുള്ള, പേഷ്യൻ്റ് സൈഡിൽ നിന്നുള്ള ഫീഡ്ബാക്കാണ്, ഫാറ്റി ലിവർ പലരും ഞാൻ അറിഞ്ഞില്ല, അല്ലെ 2 പോലും ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആണെങ്കിലും പേഷ്യൻ്റ് അത് കൺസിഡർ ചെയ്തിട്ടില്ല. 1-2 വർഷം മുമ്പ് നോക്കി സ്കാൻ ആയിരിക്കും, അതിനകത്ത് ഫാറ്റി ലിവർ 1 or 2 ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് അവരോ അവരുടെ ഡോക്ടറോ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. ചിലർ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കും, ഫാറ്റി ലിവർ ഉണ്ട്, ഗ്രേഡ് 1 ഉണ്ട്, എക്സസൈസ് ചെയ്യാം, എക്സസൈസ് വേണം, ഫുഡ് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അത് പേഷ്യൻ്റ് അങ്ങനെയാണ് ചെയ്യിച്ചത്. കൂടുതൽ പേരും അതൊന്നും ബോദർ ചെയ്യാറില്ല. പിന്നെ അടുത്ത വർഷത്തെ വരുമ്പോഴേക്കും അത് ഗ്രേഡ് 2 ഉണ്ടായിട്ടുണ്ടാവും, അപ്പോഴും ബോദർ ചെയ്യല, സിംറ്റം ഒന്നും ഇല്ലല്ലോ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകാം, ചിലരെല്ലാവരും ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ വിസിറ്റ് ചെയ്യാൻ പോലും പോയിട്ടുണ്ടാവില്ല. ഈവൻ അങ്ങനെയും കാണാറുണ്ട്. എല്ലാവരും കുറേ ടെസ്റ്റുകൾ ഉണ്ടാവും, അതിനകത്ത് വൈറ്റമിൻസിൻ്റെ കുറവുണ്ടാവും, പല പ്രോബ്ലംസും ഉണ്ടാവും. പക്ഷെ അത് പോയി കാണിക്കും, അതിനുള്ള കറക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ പിന്നത്തെ 1-2 വർഷം കഴിയുമ്പോൾ അടുത്ത ചെക്കപ്പ് വരുമ്പോഴേക്കും 3 or 4 എത്തിക്കഴിയുമ്പോഴാണ് പതുക്കെ എന്താണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴും മരുന്നില്ല. അപ്പം ഡോക്ടേഴ്സ് ആണെങ്കിലും പറയും, മരുന്നൊന്നുമില്ല, നമുക്ക് നോക്കാം. അപ്പം കാരണം ഒന്നുമില്ലാത്തതിനും നമുക്ക് പേടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈവൻ കിഡ്നിക്കാണെങ്കിൽ നമുക്കൊരു ഡയാലിസിസ് ഉണ്ട്. ലിവറിന് ഡയാലിസിസ് പോലെയുള്ള അതിനെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ, ലിവറിന്റെ ഫംഗ്ഷൻ ടോക്സിൻ റിമൂവൽ മാത്രമല്ല, ഒരു പാർട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് വേറെ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. അതിനൊന്ന് റീപ്ലേസ് ചെയ്യാൻ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നിയോ, ആർട്ടിഫിഷ്യൽ കിഡ്നിയാണ് ഡയാലിസിസ്, അതുപോലെ ആർട്ടിഫിഷ്യൽ ലിവറോ അങ്ങനെയൊന്നും ഇന്നേ വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ലിവറിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ കെയർ എടുക്കേണ്ടത്. ലിവറിന്റെ കാര്യത്തിൽ നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ഓർഗനാണ്, അത് കംപ്ലൈൻറ്റ് ചെയ്യില്ല. അതാണ് ചെറിയ ഇപ്പം നമ്മുടെ മുട്ടോ ജോയിൻസ് ഒക്കെ ആണെങ്കിൽ ഇച്ചിരി വേദന വരുമ്പോഴേക്കും കംപ്ലൈൻറ്റ് ചെയ്യും. ലിവർ കംപ്ലൈൻറ്റും പറയുകയല്ല, ഏറ്റവും സഹിക്കുന്ന ഒരു ഓർഗനാണ്. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളതിന് വേണ്ട ന്യൂട്രീഷൻ ഇട്ട് കൊടുത്ത് അതിൻ്റെ പ്രോബ്ലം ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ റീഗ്രോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് അതാണ് കിഡ്നിക്ക് ഇല്ലാത്തൊരു കപ്പാസിറ്റിയാണ്. കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു പരിധി കൂടുതൽ മുമ്പോട്ട് അത് കുറച്ചുകൊണ്ട് വരാൻ പറ്റില്ല. പക്ഷെ ലിവർ ഫെയിലിയറിലേക്ക് പോയി എൻ്റെ സ്റ്റേജ് എത്തിയൊക്കെ പറ്റില്ല. പക്ഷേ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ എത്തിയാലും നമ്മൾ വേണ്ട കെയർ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ തിരിച്ച് അത് നോർമൽ അല്ലെങ്കിലും ആ വേണ്ട ഫംഗ്ഷൻ നമുക്ക് ബോഡിയെ സെർവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഫാറ്റി ലിവറോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ലിവറിൻ്റെ ഫങ്ഷൻ എഫക്റ്റ് ചെയ്തേക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഒരു ഡോക്ടറിന് ആകെ ചെയ്യാൻ പറ്റുന്നത് മരുന്നുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്.
അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ശരിക്കും ഡോക്ടർമാർ എന്ത് ചെയ്യും? ബിക്കോസ് അവർക്ക് വേറെ ട്രീറ്റ്മെന്റ്സ് ചെയ്യേണ്ടി വരുമല്ലോ. മരുന്ന് കുറയ്ക്കുന്ന ഞാൻ കാണാറുള്ള പേഷ്യൻസ് ഒന്നും മരുന്നൊന്നും കുറയ്ക്കാൻ ആർക്കും പറ്റുമല്ലോ. കാരണം പ്രഷർ കൂടിയ സ്ട്രോക്ക് വരും എന്നുള്ള പേടിയിൽ എല്ലാവരും സ്ട്രോക്കിന് മരുന്ന് കഴിക്കും. അതിൻ്റെ കൂടെ കൊളസ്ട്രോൾ കൂടുതലാന്ന് പറഞ്ഞ് കൊളസ്ട്രോളിന് മരുന്നുണ്ടാവും, ബ്ലഡ് തിന്നർ ഉണ്ടാവും. ആ ബ്ലഡ് തിന്നറൊക്കെ തന്നെ നമ്മുടെ ലിവറിന്റെ ഫങ്ഷൻസ് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. കാരണം ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ലിവറാണ്. അപ്പൊ അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് നമ്മൾ ആസ്പിരിൻ പോലെയുള്ള മരുന്ന് കഴിക്കുന്നത്. അതുപോലെ നമ്മളുടെ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ വളരെ എസെൻഷ്യൽ, ഹോർമോൺ പ്രൊഡക്ഷനൊക്കെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമാണ് കൊളസ്ട്രോൾ. അപ്പൊ കൊളസ്ട്രോളിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കുമ്പോൾ അതിന് ലിവറിന് മരുന്നിന്റെ ടോക്സിസിറ്റി കൂടാതെ അത് ലിവറിന്റെ വർക്ക് ലോഡും സ്ട്രെസ്സും കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ലിവറിന്റെ ഇതുള്ളവരും എല്ലാം 10ഉം 15ഉം മരുന്നും 10ഉം 20ഉം ഗുളികയൊക്കെ കഴിച്ച് നടക്കുന്നവരാണ് നമ്മൾ കൂടുതലും കാണുന്നത് എന്നുള്ളതാണ്. ശരിക്കും നമ്മളിപ്പോൾ ഈ ലിവർ ഡിസീസിനെ പറ്റി പറയുമ്പോൾ ഈ എൻ സ്റ്റേജ് ലിവർ ഡിസീസിൽ ആ സ്റ്റേജിൽ ഈ ജീവിതശൈലി കറക്ഷനിലോ അങ്ങനെ എന്തെങ്കിലും വല്ല ഗുണമുണ്ടോ? എന്റെ സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പയർ പോസിബിലിറ്റി കുറഞ്ഞു പോകും. നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ കറക്റ്റ് ന്യൂട്രീഷൻ കൊടുത്ത് നമ്മൾ ബോഡി റിപ്പയർ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അതിന് ബേസിക് ഒരു ഹെൽത്ത് ഉണ്ടാകണം. അതായത് ബേസിക് കിടന്നുകൊണ്ട് എങ്കിലും എക്സസൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം. പിന്നെ ഭക്ഷണം കഴിക്കാനും അത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവർ വേണം ഇതൊക്കെ പ്രോസസ്സ് ചെയ്യാൻ. ലിവറിന്റെ ഫങ്ഷൻസ് കുറയുന്നതനുസരിച്ച് പ്രോസസ്സിങ് കപ്പാസിറ്റി കുറയും. അതുകൊണ്ട് ലേറ്റ് ആക്കാനിരിക്കാതെ അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ ഫാറ്റി ലിവർ സ്റ്റേജ് 1ൽ തന്നെ അത് കണ്ടുപിടിച്ചാൽ സ്വയം കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ മൾട്ടിപ്പിൾ രോഗങ്ങളും കൂടെ ഉണ്ടെങ്കിൽ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സെൽഫ് നടക്കുകയില്ല. ഇപ്പം ഞാൻ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഫാറ്റി ലിവർ കാണാറുണ്ട്. സ്റ്റേജ് 1ഉം ഈവൻ 5 സിറോസിസും 4th സ്റ്റേജൊക്കെ എത്തിയവർക്ക് പോലും 4th സ്റ്റേജിലുള്ളവർ പോലുമാണ് വില്ലിങ് ആണെങ്കിൽ അവർ പറയുന്ന പോലെ ചെയ്ത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അവർ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. അതാണ് ലിവറിൻ്റെ ഒരു പ്രത്യേകത. അതാണ് നമുക്ക് ഏറ്റവും ഒരു സമാധാനം തരുന്ന ഒരു കാര്യം ശരിക്കും ലിവറിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. എന്ന് കരുതി ലേറ്റായിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. കഴിയുന്ന നേരത്തെ തുടങ്ങി കണ്ടുപിടിക്കാനും നോക്കുക. കണ്ടുപിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ കറക്റ്റ് ചെയ്യാനും നോക്കുക. ഇതോടുകൂടി നമ്മുടെ ഈ എപ്പിസോഡ് തീരുകയായി. അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ലിവർ ഡിസീസിന് ഉള്ളത് എന്നതിനെ പറ്റിയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. നന്ദി, നമസ്കാരം. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക.